ഇതൊക്കെ വൈകാരിക മേഖല. മതം വിട്ടേക്കുക, നിങ്ങൾ ജാതിയും വിട്ടേക്കുക, മതം വിട്ടേ. രാഷ്ട്രീയ പാർട്ടിയിൽ നടക്കില്ലല്ലോ. ചില ആളുകൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ലല്ലോ, ചില നേതാക്കൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ലല്ലോ, ആൾ കൂടുമല്ലോ അവിടെ. സാധ്യതയില്ല. അവരെ തോറ്റുവാനാണ് സാധ്യതയുള്ളത്, പൊളിക്കാനാണ് സാധ്യത. അങ്ങനെയൊന്നുമല്ല. ആത്മാവെന്നുള്ള കൺസെപ്റ്റൊന്നും ബോഡിയിൽ എവിടെയും ഇരിക്കുന്നൊരു സാധനമാണ്, അതിങ്ങനെ ഇറങ്ങി പോണ കണ്ടു എന്നൊക്കെ ഉള്ള ലേലിലാണ് അവർ ചാനലിലൊക്കെ വന്ന് പറയുന്നത്. അവരെ കസ്റ്റഡിയിലെടുക്കുക, കേസ് ചാർജ് ചെയ്ത് അവരെ ചോദ്യം ചെയ്യുക. ചോദ്യത്തിൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടത് പൊളിക്കണം, വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ. നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണെന്ന് നിലവിലിപ്പോൾ നിലനിൽക്കുന്നത്. ഈ സമാധി പൊളിക്കുന്നതിൽ നമ്മുടെ ഭരണാധികാരികൾക്കും മറ്റ് അധികാരികൾക്കും വീഴ്ച സംഭവിച്ചോ എന്നുള്ള ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരികയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഇപ്പോൾ മറുനാടിനോട് പ്രതികരിക്കുകയാണ്. ഈ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതായത് ഇവർ അപ്പോൾ ഡോക്ടറെ അറിയിച്ചില്ല, അയൽവാസികളെ അറിയിച്ചില്ല. ഈ സമാധി ആയതിനു ശേഷം, ഈ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷമാണ് അറിയിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ദുരൂഹത നീക്കുന്നതിൽ നമ്മുടെ ഭരണാധികാരികൾക്ക് എവിടെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് വിലയിരുത്തൽ? രണ്ട് രീതിയിൽ ഈ വിഷയത്തെ കാണണം. ഒന്നാമത് ആ വീട്ടുകാർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തേക്ക് വരാം. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന രീതിയിലുള്ളൊരു സമാധിയുടെ സാധ്യത കുറവാണ്. കാരണം സമാധി എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് കല്ലറയിലിരുന്നു, കുറച്ച് നേരം കഴിഞ്ഞ് ശ്വാസം പോയി, അല്ലെങ്കിൽ നടന്നു പോയി, കിടപ്പ് രോഗിയായ ഒരാൾ നടന്നങ്ങോട്ട് പോയി, നടന്ന് അവിടെ ചെന്നിരുന്നു, ഇരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് ശ്വാസം പോയി, അങ്ങ് സമാധിയായി എന്നൊക്കെ പറയുന്നത് ഈ സമാധിയോട് കാണിക്കുന്നൊരു സമാധാനമില്ലാത്ത പരിപാടിയാണ്, ഈ ഒറിജിനൽ സമാധിയോട് കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരാൾ പിന്നെ അദ്ദേഹം ഈ ശിവൻ സ്വാമി എന്ന് സ്വാമി എന്ന് തന്നെ പറയാം, നമ്മൾ മരിച്ചുപോയ ആളാണല്ലോ. സ്വാമി പറഞ്ഞിട്ട് പോയിട്ടുണ്ടെന്ന് ആരെ അറിയിക്കരുതെന്ന്. അതൊരു വാച്യാർത്ഥത്തിൽ പറയുന്നതാണ്. ഞാൻ മരിച്ചുപോയി ആരെ അറിയിക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടുത്തുള്ള ബന്ധുമിത്രാദികളോ അയൽവക്കത്തെ വീട്ടുകാരെയോ ഒന്നും അറിയിക്കരുതെന്ന് അങ്ങനത്തെ അർത്ഥമുണ്ടോ? അങ്ങനത്തെ അർത്ഥമില്ല. ആരെ അറിയിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി എന്നെ വിളിച്ച് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നുള്ള അർത്ഥമല്ലേ ഉള്ളൂ. ഇവർ ഈ ഇങ്ങനെ ഇദ്ദേഹം ഈ സമാധി ആയെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണമായിരുന്നു? അതിൻ്റെ പിന്നെ രഹസ്യമായിട്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാനല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയോ, പിന്നെ ഒരു വിവാദം വല്ലതും ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ ഒന്ന് വിളിച്ച് പറയുകയോ, ഇങ്ങനെ അച്ഛൻ സമാധിയായിട്ടുണ്ട്, നമ്മൾ എല്ലാ പബ്ലിസിറ്റി ഒന്നും കൊടുത്ത് വലിയ ബഹളമൊന്നും ഉണ്ടാക്കുന്നത്, ഏറ്റവും അടുത്ത ബന്ധുക്കളെ വിളിക്കാമല്ലോ. മാത്രമല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധി എന്ന് പറയുന്നത് ഒരുതരം പൂജ കൂടെയാണ്. ആർക്ക്? ജീവിച്ചിരിക്കുന്നവർക്ക്. നമ്മുടെ ശിവരാജയോഗം പഠിച്ച, ഘടയോഗം പഠിച്ച അയ്യാഗുരു സമാധിയാവുന്ന സമയത്ത്, സമാധിയാവാൻ ഇരുന്നിട്ട് സ്വന്തം മകനോട് വെള്ളമൊഴിക്കാൻ പറയും, പൂജ ചെയ്യാൻ പറയും, ആരതി ഒഴിയാൻ പറയും. ബാക്കി ശ്രീനാരായണ ഗുരുദേവൻ അടക്കമുള്ള ഒരുപാട് ആളുകൾ ശിഷ്യന്മാരുള്ള ആളാണ്. അവരിൽ പല ശിഷ്യന്മാർ, എല്ലാവരും എത്ര പേരുണ്ടായിരുന്നു എനിക്കറിയില്ല, പല ശിഷ്യന്മാരും കരഞ്ഞു, തിരിച്ചു വന്നുകൂടിയെന്ന് ചോദിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു പവിത്രമായ കാര്യമാണെന്ന് തോന്നുന്നു. നാലാൾ അറിഞ്ഞ് പവിത്രമായി ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് സമാധി. പലരുടെ കാര്യത്തിലും രഹസ്യമൊന്നുമില്ല, ഇതിനകത്ത് ഒരു രഹസ്യമില്ല. അപ്പോൾ ഇവരിത് രഹസ്യമായി ചെയ്തു എന്ന് പറയുന്നു. പിന്നെ ചോദിക്കുമ്പോൾ അവർ പറയുന്നതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് കിടപ്പുണ്ട്. അത് ഒരു വശത്ത് നിൽക്കട്ടെ. എൻ്റെ നമ്മുടെ ചോദ്യം അതല്ല. വീട്ടുകാരത് കൈകാര്യം ചെയ്തത് വളരെ വികലമായിട്ടാണ് കൈകാര്യം ചെയ്തത്. അതിലാണ് ഈ ദുരൂഹത വരുന്നത്. ഇനി ഭരണകൂടത്തിൻ്റെ കാര്യം. ഭരണകൂടത്തിനൊരു കുഴപ്പമുണ്ട്. ഇതേ സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് ഒരു ആളിൻ്റെ വീട്ടിൽ പിന്നെ ജപ്തിയായെന്നും പറഞ്ഞിട്ട് നോട്ടീസ് കൊണ്ട് കൊടുത്ത് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരെ പിടിച്ചിറക്കി. അവർ പ്രശ്നമായി. അദ്ദേഹം ഉടനെ തന്നെ മണ്ണെണ്ണ എടുത്ത് ഒഴിച്ച് അദ്ദേഹം മരിച്ചു. ആ കുഞ്ഞിന് അവിടെ അദ്ദേഹത്തിന് അടക്കാൻ സ്ഥലമില്ലാതെ വന്നു. ഒരു പയ്യൻ എല്ലാവരോടും പോലീസുകാരോട് ഇങ്ങനെ വിരൽ ചൂണ്ടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ അച്ഛനെ അടക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നത്. വല്ലാത്ത വൈകാരികമായൊരു ഫോട്ടോ ഒക്കെ കേരളത്തിലൊക്കെ വന്നതാണ്. എല്ലാ വീഡിയോ ഒക്കെ ചാനലിലൂടെ പറഞ്ഞാൽ ഈ എടുത്തിയാട്ടം പാടില്ല പോലീസിനെ സംബന്ധിച്ചു. കാരണം ഇത് വൈകാരിക ഒരു വിഷയം കൂടാണ്. ഒരു വീട്ടിൽ ചെല്ലുന്ന സമാധി കല്ലറ പൊളിക്കല പരിപാടി, കല്ലറ പൊളിക്കലാണ്. അപ്പോൾ അവിടെ ചെന്നുകൊണ്ട് ആ കേസ് വന്നിട്ടുണ്ട്, ഞങ്ങളിതാ കല്ലറ പൊളിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ വികാരമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ കല്ലറയൊന്നും ആരും പൊളിക്കേണ്ട കാര്യമില്ല എന്നേ പറയുള്ളൂ സ്വാഭാവികമായിട്ട്. അപ്പോൾ അവിടെ കുറച്ചുകൂടി അവധാനതയോടുകൂടി, കുറച്ചുകൂടി പക്വതയോടുകൂടി ചെയ്യണമായിരുന്നു. പക്വത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേസിൻ്റെ സമയം നീട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്, സമയത്ത് തന്നെ ചെയ്യണം. സമയം നീട്ടിയാൽ ചിലപ്പം ബോഡി അഴുകിപ്പോയാൽ
ഇവരകത്ത് വല്ലതും ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. സമാധി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അഴുകി പോകില്ലേ, പിന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ആരെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ പെട്ടെന്ന് ചെയ്യുമ്പോൾ അവിടെ ചെന്ന് ഒരു ചെറിയൊരു ചർച്ച നടത്തി അവർ കുഴപ്പം കാണിക്കുകയാണെങ്കിൽ അവരെ നമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല, ഭരണകൂടവുമായി പോലീസുമായി സഹകരിക്കുന്നില്ല, അവർ അറസ്റ്റ് ചെയ്യാം. പോലീസിന് ചോദ്യം ചെയ്യുന്നതിന് ഭാഗം അറസ്റ്റ് ചെയ്യാമല്ലോ. അവരെ കസ്റ്റഡിയിലെടുക്കുക, കേസ് ചാർജ് ചെയ്ത് അവരെ ചോദ്യം ചെയ്യുക. ചോദ്യത്തിൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടത് പൊളിക്കണം. വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ, വൈരുദ്ധ്യമില്ല, അവർ പറയണതെല്ലാം കറക്റ്റായിട്ടാണ് പോലീസിന് തോന്നുന്നത്, പിന്നെ പ്രശ്നമില്ലല്ലോ, വീട്ടുകാർക്കും പ്രശ്നമില്ല. പോലീസ് അത് കറക്റ്റാണെങ്കിൽ പിന്നെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയാൽ മതി, പരാതി കൊടുത്ത ആളിനെ വിളിച്ചങ്ങ് ബോധ്യപ്പെടുത്തിയാൽ മതി, ഇതാണ്. അപ്പോൾ അവരും പിരിഞ്ഞു പോകും. ഇവിടെ പരാതി കൊടുത്തിരിക്കുന്ന അയൽവക്കക്കാരാണല്ലോ, ബന്ധുക്കളോ ഒന്നും അല്ലല്ലോ. അയൽവക്ക ഒരു വിശ്വംഭരന് വേറെ ആരോ അതിൻ്റെ വഴിത്തർക്കമൊക്കെ ഉണ്ടെന്ന് പറയുന്നു അവിടെ. അപ്പോൾ വിഷയം അദ്ദേഹത്തിന് വേറെയാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ, അദ്ദേഹം വേറൊരു മോട്ടിവേഷനിലൂടെയാണ് പറയുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, പോലീസിന് അതും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. നിങ്ങളുടെ മോട്ടിവേഷൻ എന്താ? നിങ്ങൾക്കിപ്പോൾ ഇദ്ദേഹം ഇവിടെ സമാധി ആയാലെന്താ, മരിച്ചാലെന്താ, നിങ്ങൾക്ക് എന്ത് കാര്യം? അച്ഛനും മക്കൾക്കും ഇല്ലാത്ത സഹോദരങ്ങൾക്കും ഭാര്യയ്ക്കും ഇല്ലാത്ത കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ച് പോലീസിനെ അവരെയും കറക്റ്റ് ചെയ്യാം. അത് നടന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ആരും പോയി സംസാരിച്ചുമില്ല. ഇവരൊരു ഭാഗത്തിൽ അങ്ങ് ചെന്നു. നാട്ടുകാർ സംഘടിച്ചു. എന്നാൽ നാട്ടുകാർ സംഘടിച്ചാൽ എന്ത് ചെയ്യണം? നാട്ടുകാർ സംഘടിച്ചാൽ എന്ത് ചെയ്യണം? അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ചൊരു ചർച്ച നടത്തണം. അങ്ങനെയുണ്ടല്ലോ. ഇതെന്തൊക്കെ തള്ളു ഉന്ത് ബഹളം എന്തൊക്കെയാണ് എന്നിട്ട് വല്ല ചെയ്തെടുക്കാൻ പറ്റുമോ പോലീസിന്? കാരണം വിഷയം മാറി. ഇവിടെ ഐക്യവേദിയായി, ഹിന്ദു ഐക്യവേദിയായി. അപ്പോൾ അതിൻ്റെ ആർ വി ബാബു പറയുന്നത് ഞങ്ങൾക്ക് ബന്ധമില്ല, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് അവർ പറയുന്നു. ലോക്കൽ ഹിന്ദുത്വവാദികൾ കൂടുന്നു, മുസ്ലിങ്ങൾ കൂടുന്നു, പിന്നെ മുദ്രാവാക്യങ്ങളായി. എന്തിനാണ് ഈ വിഷയങ്ങളൊക്കെ പോകുന്നത്? ഒരു കാര്യമില്ല. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ, ഇപ്പോൾ ഷർട്ട് വിവാദം ഇതുപോലെയാണ്. ഇല്ല, ബോംബിടുമ്പോൾ ഒറ്റപോനെ എടുത്തിടും. ശബരിമല വിധി വന്ന് 5 മിനിറ്റിനകത്ത് നടപ്പിലാക്കാൻ നടക്കണം. വിധി വന്നാൽ അത് ബന്ധപ്പെട്ട ഇങ്ങനെ വിധിയുണ്ട്, എന്താ ചെയ്യേണ്ടത്? പ്രധാനപ്പെട്ട മത നേതാക്കളുമായിട്ടൊരു ചെറിയ യോഗം ഇതെങ്ങനെ നടത്തിയേ പറ്റുള്ളൂ. സുപ്രീം കോടതി വിധിയാണ്, നടപ്പിലാക്കാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് എങ്ങനെ നടപ്പിലാക്കാം. അങ്ങനെ ഒരു വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ളൊരു സമൂഹത്തിൽ മാത്രമേ വിശ്വാസ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഇതാണ് എൻ്റെ ഒരു നിരീക്ഷണമാണ്. വിശ്വാസ കാര്യങ്ങളിൽ ഒരു വൈകാരികത ഉണ്ട് അതിനകത്ത്. പള്ളിയിൽ പോയിട്ട് നടന്നില്ലല്ലോ, ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ ഗവൺമെൻറ്റിനോ പോലീസിനോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന് വിശ്വാസികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഒരു ദിവസം കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അപ്പുറത്തോട്ടിരിക്കണവരും വരും, ചുമ്മാ ഇരിക്കണവരും കയറി വരും. ആളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് പറ്റത്തില്ല. അപ്പോൾ വളരെ വൈകാരികമായിട്ടുള്ളൊരു മേഖലയാണ് മതവും. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ നടക്കില്ലല്ലോ, ഇതൊക്കെ വൈകാരിക മേഖല. മതം വിട്ടേക്കും നിങ്ങൾ, ജാതിയും വിട്ടേക്കും, മതം വിട്ടേ. രാഷ്ട്രീയ പാർട്ടിയിൽ നടക്കില്ലല്ലോ. ചില ആളുകൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ലല്ലോ, ചില നേതാക്കൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ലല്ലോ, ആൾ കൂടുമല്ലോ അവിടെ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അവിടെ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാം, അത് ചെയ്യുകയും വേണം. പരാതി കിട്ടിയ സ്ഥിതിക്ക് വളരെ വേഗത്തിൽ അത് ചെയ്യണം. കാരണം വേറെ സാധ്യത, ഒരു റിസ്ക് എലമെൻറ്റ് കിടപ്പുണ്ട് അവിടെ, ബോഡി ആയതുകൊണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ചെയ്യാൻ വേണം. പക്ഷേ ആ ചെയ്യുമ്പോൾ ആ ചെയ്യാനെടുത്തൊരു രീതിശാസ്ത്രത്തിൽ ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. അവിടെ 2 സിവിൽ പോലീസുകാരന്മാർ, ഡ്രസ്സിൽ പോലും പോകണമെന്ന് എൻ്റെ അഭിപ്രായം, 2 സിവിൽ പോലീസുകാരന്മാരും ബന്ധപ്പെട്ടൊരു ഉദ്യോഗസ്ഥനും വലിയ ഓഫീസറോ ബന്ധപ്പെട്ട ആളും പഞ്ചായത്ത് മെമ്പറും ഇവിടെ കൊണ്ടുപോകല്ലോ. കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, ഒരു പരാതി വന്നിട്ടുണ്ട്, പരാതിക്കാരനെ വിളിക്കുക, വിശ്വംഭരനെ വിളിക്കണം, ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, ഞങ്ങൾക്കിത് പൊളിക്കണം, എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അവരെ സമാധി പറയാം, ശരി, അവർ വഴങ്ങുമെന്ന് നോക്കുക, ചോദ്യങ്ങൾക്ക് വഴങ്ങില്ലേ അവരെ കസ്റ്റഡിയിലെടുക്കുക, പോലീസിന് കസ്റ്റഡിയിലെടുക്കാമല്ലോ. കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്യുമ്പോൾ ആ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്, പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ പൊളിക്കുക. പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ലെങ്കിൽ അത് പൊളിക്കണ്ട. അപ്പോൾ ഇങ്ങനെയല്ല ഇത് കൈകാര്യം ചെയ്തത്. നമ്മളെ നിലവിലിപ്പോൾ RDOയും മറ്റ് ഭരണാധികാരികളെയും ജില്ലാ ഭരണകൂടത്തിനെയും എതിർകക്ഷിയാക്കി ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുകയാണ്. പക്ഷേ അത് നിൽക്കാൻ സാധ്യത കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യൻ IPC അനുസരിച്ച് നമുക്ക് മറ്റൊരാളിനെ കൊല്ലാനും പറ്റില്ല, സ്വന്തമായിട്ടും ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല, സ്വന്തമായിട്ട് മരിക്കാൻ പറ്റത്തില്ല, കേസെടുക്കും, ആത്മഹത്യ പറയാം. അതുകൊണ്ട് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തല്ലേ പറ്റുള്ളൂ, കോടതിക്ക് കയറി പറയാൻ പറ്റൂ. ഇത് സംശയമുള്ളൊരു മരണം നോക്കണ്ടെന്ന് പറയാൻ പറ്റൂ, കോടതിക്ക് അത് പറയാൻ പറ്റത്തില്ല. വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പറയില്ല എന്ന് എൻ്റെ ഇനി കോടതി എന്താ പറയുന്നത് നമുക്കറിയില്ല. മുൻകൂട്ടി ജഡ്ജി എന്ന് പറയുന്നത് ഞാനിവിടെ പ്രതിച്ചില്ല. പക്ഷേ സാധ്യതയില്ല, അവരെ തോറ്റുവാനാണ് സാധ്യതയുള്ളത്, പൊളിക്കാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യണം, അവരും കൂടി സഹകരിച്ച് ഇതിനകത്ത് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കേണ്ടതാണ് അവർ ചെയ്യേണ്ടത്. ഇവിടെ അഭയ കേസ് എത്ര വർഷം കഴിഞ്ഞിട്ടില്ലേ പൊളിച്ചത്. അപ്പോൾ ഈ സമാധിയാണെന്ന് പറഞ്ഞെങ്കിൽ സംശയം വന്നുപോയി, ജനങ്ങൾക്കും സമൂഹത്തിനും സംശയം വന്നുപോയി, പരാതിയും വന്നു. അപ്പോൾ പരാതി സംശയം വരാത്ത രീതിയിൽ എന്ത് ചെയ്യണമായിരുന്നു? അപ്പോൾ ഇപ്പോൾ ഗോവൻ സ്വാമി അവിടെ നിൽക്കട്ടെ, ഇനി ആരെങ്കിലും ഇതുപോലെ സമാധിയാക്കാനിരിക്കുകയാണെങ്കിൽ ദയവായി എന്ത് ചെയ്യണം, അതിനൊരു ഡോക്യുമെൻ്റ് ഉണ്ടാവണം. എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഒരു ഡോക്യുമെൻ്റ്. ഇപ്പോൾ ശാന്തിഗിരിയിലെ ഗുരു, കരുണാകര ഗുരു സുഖം ഇതുപോലെ പെട്ടെന്ന് അസുഖം വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഡോക്ടർ ഉറപ്പ് വരുത്തി മരിച്ചു വന്നു. പക്ഷേ പിന്നെ അവർ കൊണ്ടുവന്ന് സമാധിയിരുത്തി. അങ്ങനെ ചെയ്യാം. പക്ഷേ എന്ന് വിചാരിച്ച് ഇത് ശ്വാസം മുട്ടാണെങ്കിലോ എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടങ്ങ് തീരുമാനിക്കുകയാണ് മരിച്ചു വന്നു.
അങ്ങനെ തീരുമാനിച്ച് ചെയ്തതിലാണ് പരാതി ആളുകൾക്ക് വന്നത്. അപ്പോൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അവരെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ ആ ഒരു ബോൾഡ്നെസ് ഒക്കെ കാണുമ്പോഴേ ഒരു ദുഃഖമൊന്നും തോന്നുന്നില്ല അവർക്ക്. അത് സമാധി ആയതുകൊണ്ട് ഇങ്ങനത്തെ ജീവിതമൊക്കെ ആയതുകൊണ്ട് സ്വാമി ജീവിതമൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണെന്നറിയില്ല അവരുടെ സംഭാഷണങ്ങളിലും പലരും പറയുന്നതിനകത്ത് ആത്മാവ് ചാടി അങ്ങനെ ഇങ്ങനെ താഴെ നേ വന്ന് മുകളിലോട്ട് കയറി പോണ കണ്ടു എന്നൊക്കെ പറയുമ്പോഴേ അതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഈ ചിന്തകൾക്ക്, ഇന്ത്യൻ ചിന്തയാണല്ലോ അവരെ സ്വാധീനിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ഹൈന്ദവ ചിന്തകളാണല്ലോ. ആ ചിന്തകളനുസരിച്ചുള്ളത് ശരിയല്ല അങ്ങനെ പറയുന്നതൊന്നും. അങ്ങനെയൊന്നുമല്ല. ആത്മാവെന്നുള്ള കൺസെപ്റ്റൊന്നും ബോഡിയിൽ എവിടെയോ ഇരിക്കുന്നൊരു സാധനമാണ്, അതിങ്ങനെ ഇറങ്ങി പോണ കണ്ടു എന്നൊക്കെ ഉള്ള ലേലിലാണ് അവർ ചാനലിലൊക്കെ വന്ന് പറയുന്നത്. ആ പറയുന്നതൊന്നും ശരിയല്ല. അത് ധാർമ്മികമായും ശരിയല്ല, നീതിശാസ്ത്രം അനുസരിച്ചും ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വിഷയത്തെ കൈകാര്യം ചെയ്ത് വഷളാക്കി ചെറിയതായിട്ട് ഒന്ന് ഒരു എന്താണ് ചെറിയ മരുന്ന് വെച്ച് പിന്നെ ഒരു മെഡിസിൻ വെച്ച് ചെയ്യേണ്ട ഒരു മുറിവിനെ ചുരണ്ടി ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വ്രണമാക്കി വെച്ചിട്ടുണ്ട്. അതാണ് സമൂഹം ചെയ്തത്. അത് ഭരണകൂടത്തിൻ്റെ അവധാനതയില്ലായ്മയും ഇത്തരം കാര്യങ്ങളിൽ വൈകാരികമായ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്ത് ഒരു കള്ളനെ ഓട്ടിച്ചിട്ട് പിടിക്കും പോലെ, അല്ല ചീട്ടുകളിക്കാരെ ഓട്ടിച്ചിട്ട് പിടിക്കും പോലെ, പോലീസിനെ കാണുമ്പോൾ ചീട്ടുകളിക്കാർ ഓടുമ്പോൾ കൂടെ ഓടും, ആറ്റിലിട്ടെങ്കിലും പിടിക്കും. അങ്ങനെ പിടിക്കും പോലെ കൈകാര്യം ചെയ്യേണ്ട ഒരു ക്രിമിനൽ പ്രൊസീജിയർ അല്ല ഇതിനകത്തുള്ളത്. ഇത് കുറച്ചുകൂടി ഒരു കുഷൻ ടൈം എന്ന് ഒരുപാട് കാലമല്ല, ഒരു ചെറിയ ഒരു അലവൻസ് കൊടുത്ത് വേണം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും. അല്ലെങ്കിൽ വിവാദങ്ങളിലും തർക്കങ്ങളിലേക്ക് പോവുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചത്.